കൊല്ലം കുറ്റിച്ചിറയിലെ തടിമില്ലിൽ തീപിടുത്തം പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ഷമീർ അബ്ദുളുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, എപ്പോഴാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്? എന്താണ് തീപിടുത്തത്തിന്റെ കാരണം? ഒപ്പം തന്നെ തടിമില്ലായതുകൊണ്ട് ഇത് നിയന്ത്രണ വിധേയമൊക്കെ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എത്തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? അതിര പുലർച്ചെ 4:30 കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഇവിടെ ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തുകൂടി നടന്നുപോയ ആളുകളാണ് ഇത്തരത്തിൽ ഈ മില്ല്, ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ മില്ല് വളരെ വേഗത്തിൽ തീ പിടിക്കുന്നത് കണ്ടത്. തുടർന്ന് ഇതിൻ്റെ ഉടമ അബ്ദുൾ റഷീദിനെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹമാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. അപ്പോഴേക്കും തന്നെ വലിയ രീതിയിൽ ഫയർ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് 8 യൂണിറ്റ് ഫയർഫോഴ്സുകളാണ് ഇപ്പോഴും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. തീ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിയന്ത്രണ വിധേയമാണ്. പലയിടത്തും തടികൾ കൂട്ടമായി കൂട്ടിയിട്ടിരിക്കുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ നേരിയ തോതിൽ പുക ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ തന്നെ തുടർന്നുകൊണ്ട് ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ നഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയ്ക്ക് സമീപമാണ് ഈ തടിമില്ലുള്ളത്. ഇവിടെ ഈ തടി അറുത്ത ശേഷം കൂട്ടിയിട്ടിരുന്ന പൊടിയിൽ നിന്നും ആണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് വിലയിരുത്തുന്നത്. എന്തായാലും ഫയർഫോഴ്സ് അധികൃതർ ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം, പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് പറയാം. പക്ഷേ പലയിടത്തും തടികൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ തടികൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തു നിന്നും പുക ഉയരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ആ പുക ഉയരുന്നത് ആ ഭാഗത്തേക്ക് വെള്ളം തളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പൂർണ്ണമായും ഇത് കെടുത്താനുള്ളൊരു ശ്രമമാണ് ഫയർഫോഴ്സ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്ക് ആദ്യം പുലർച്ചെ നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടേ കാണാം, വലിയ തീയാണ് ഉയർന്നത്. ചവറ, അതുപോലെ കടപ്പാക്കട തുടങ്ങിയ മേഖലകളിൽ, ചാമക്കട തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്ന് 8 യൂണിറ്റ് ഫയർഫോഴ്സ് ഒരേ സമയം എത്തിയാണ് ഇത്തരത്തിൽ ഈ തീ കെടുത്താനുള്ളൊരു ശ്രമം ആരംഭിച്ചത്. എന്തായാലും ജില്ലാ ഫയർഫോഴ്സിൻ്റെ എല്ലാം ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തുണ്ട്. കാരണം തൊട്ടടുത്തൊക്കെ തന്നെ വീടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അടുത്ത പ്രദേശങ്ങൾ, തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങൾ ഉൾപ്പെടെ അഗ്നിക്കിരയാകുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ട്. 40 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. മിഷനറികളെല്ലാം തന്നെ കത്തി നശിച്ചിരിക്കുന്നു. ഇവിടെ കൂട്ടിയിട്ടിരുന്ന പൊടിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം സംഭവിച്ചിരുന്നതെന്നാണ് ഇതിൻ്റെ ഉടമ അബ്ദുൾ റഷീദ് ന്യൂസ് മലയാളത്തോട് പറയുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ മരങ്ങൾ, അതായത് ഈ മില്ലിന് സമീപത്ത് നിന്ന മരങ്ങളുടെ മുകൾ വശങ്ങളിലെല്ലാം നിന്ന് തന്നെ തീയുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് തീ അണയ്ക്കാനാണ് ഫയർഫോഴ്സ് അധികൃതർ ശ്രമിക്കുന്നത്. പൂർണ്ണമായും തീ കെടുത്തുക എന്നുള്ളതാണ്, കടുത്ത ചൂടായതുകൊണ്ട് തന്നെ പൂർണ്ണമായും തീ കെടുത്തുക എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്ക് വിളിച്ചു വരുത്തും. ഇപ്പോൾ നിലവിൽ നിയന്ത്രണ വിധേയമായി എന്ന് വേണം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടത്. ആതിര, കൊല്ലം കുറ്റിച്ചിറയിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു എന്നുള്ളതാണ്. ഷമീർ അബ്ദുളാണ് വിശദാംശങ്ങൾ നൽകിയത്.